ഹലോ, ഗുഡ് ഈവനിങ് ഫ്രണ്ട്സ്. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ സുഹൃത്തുക്കൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഞാൻ ഇന്ന് ഈ സെഷനിൽ വന്നിരിക്കുന്ന ഒരു കേസ് അപ്ഡേറ്റ് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യുന്നതിന് വേണ്ടിയാണ്. അത് മറ്റൊന്നും തന്നെയല്ല, ഹയർ സ്റ്റോൺ ആൻഡ് ഷോപ്പിയുടെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ശ്രീമതി ശ്രീന ശ്രീധരന്റെ മുൻകൂർ ജാമ്യാപേക്ഷയുമായിട്ട് ബന്ധപ്പെട്ടുള്ള കേസ് അപ്ഡേറ്റ് ആണ്. ആന്റിസിപ്പേറ്ററി ബെയിലുമായിട്ട് ബന്ധപ്പെട്ടുള്ള കേസ് അപ്ഡേറ്റ് ആണ്. ഇന്ന് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയിൽ ജസ്റ്റിസ് പി വി കുഞ്ഞികൃഷ്ണൻ സാറിന്റെ ബെഞ്ചിലായിരുന്നു കേസ് പരിഗണിച്ചത്. കോർട്ട് നമ്പർ 6A, ഐറ്റം നമ്പർ 212, 212 ആയിട്ടാണ് പരിഗണിച്ചത്. ആ കേസ് എന്ന് പറഞ്ഞാൽ ശ്രീന ശ്രീധരൻ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള. നാം ഏവർക്കും അറിയാവുന്ന പോലെ ബഹുമാനപ്പെട്ട കോമ്പിറ്റന്റ് അതോറിറ്റി അല്ലെങ്കിൽ കോമ്പിറ്റന്റ് അതോറിറ്റി റെപ്രസെന്റ് ചെയ്യുന്ന സ്റ്റേറ്റ് ഓഫ് കേരള, കേരള സർക്കാർ ഇപ്പൊ ഈ ബഡ്സ് ആക്ടുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആക്ഷൻസ് എല്ലാം എടുത്തിരിക്കുന്നത് ശ്രീ PA വത്സൻ എന്ന വ്യക്തി കൊടുത്തിരിക്കുന്ന പരാതിമേലാണ്. അതിന്റെ FIR എന്ന് പറഞ്ഞാൽ 1070/2023 കൊടുത്ത ആ FIR, ചേർപ്പ് പോലീസ് സ്റ്റേഷനിൽ കൊടുത്ത FIR ഉള്ള പ്രൊസീഡിങ്സിന്റെ ബേസ് ചെയ്താണ് കോമ്പിറ്റന്റ് അതോറിറ്റി ബഡ്സ് ആക്ട് പ്രകാരം ഹയർ സ്റ്റോൺ ആൻഡ് ഷോപ്പിയുടെ ബാക്കിയുള്ള ഈ ബഡ്സ് ആക്ടുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രൊസീഡിങ്സ് എല്ലാം ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇന്ന് ഹയർ സ്റ്റോൺ ആൻഡ് ഷോപ്പിയുടെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറിനെ റെപ്രസെന്റ് ചെയ്തത് ന്യൂട്ടൺസ് ലോയിലെ ലീഗൽ എക്സ്പേർട്സ് ആയിരുന്നു. അപ്പൊ ന്യൂട്ടൺസ് ലോയിലെ ലീഗൽ എക്സ്പേർട്സ് അഡ്വക്കേറ്റ്സ് ബഹുമാനപ്പെട്ട ജസ്റ്റിസ് PV കുഞ്ഞികൃഷ്ണൻ സാറിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവന്നു. ഈ ഒരു പർട്ടിക്കുലർ ശ്രീ PA വത്സൻ കൊടുത്തിരിക്കുന്ന ആ ഒരു പർട്ടിക്കുലർ FIR പോസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് ശ്രീന ശ്രീധരൻ ഒരു ക്രിമിനൽ മിസ്ലേനിയസ് പെറ്റീഷൻ ഓൾറെഡി ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ മുന്നിൽ പരിഗണനയിലാണ്. അത് ജസ്റ്റിസ് VG അരുൺ സാറിന്റെ ബെഞ്ചിലാണ് അത് നടന്നുകൊണ്ടിരിക്കുന്നത്. അത് ഓൾറെഡി ഒരു 1-2 ഹിയറിംഗ് ഒക്കെ എനിക്കൊന്ന് 2 ഹിയറിംഗ് ഒക്കെ കഴിഞ്ഞായിരുന്നു. ഇപ്പോൾ ആ കേസ് പോസ്റ്റ് ചെയ്തിരിക്കുന്നത് 11 മാർച്ചിനാണ്, 11 മാർച്ചിലാണ്. ഞാൻ കഴിഞ്ഞ വീഡിയോ സെഷൻ അതിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു കാര്യം ബഹുമാനപ്പെട്ട ഈ ജാമ്യാപേക്ഷയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ബെയിൽ ആപ്ലിക്കേഷൻ കൺസിഡർ ചെയ്യുന്ന ബെഞ്ചിൽ ജസ്റ്റിസ് PV കുഞ്ഞികൃഷ്ണൻ സാറിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവന്നു. ഓൾറെഡി കഴിഞ്ഞ സെഷനിൽ തന്നെ ജസ്റ്റിസ് PV കുഞ്ഞികൃഷ്ണൻ സാർ ഒരു ഡയറക്ഷൻ വെച്ചിട്ടുണ്ടായിരുന്നു, നോട്ട് ടു അറസ്റ്റ് ചെയ്യാൻ വേണ്ടി പാടില്ല, ഫർദർ ഒരു ഡയറക്ഷൻ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ നിന്ന് ഉണ്ടാകുന്നു. അപ്പോൾ ഇന്ന് ന്യൂട്ടൺസ് ലോയിലെ അഡ്വക്കേറ്റ്സ് ഈ ഒരു കാര്യം കൂടെ ബഹുമാനപ്പെട്ട ജസ്റ്റിസ് PV കുഞ്ഞികൃഷ്ണൻ സാറിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവന്നു. ഈ ശ്രീ PA വത്സൻ കൊടുത്തിരിക്കുന്ന FIR കോഷ് ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു ക്രിമിനൽ മിസ്ലേനിയസ് പെറ്റീഷൻ ഓൾറെഡി ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ മുന്നിൽ പരിഗണനയിലാണ്. അതിന്റെ ഇപ്പോൾ ബാക്കി പ്രൊസീഡിങ്സ് ഇപ്പോൾ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് ജസ്റ്റിസ് VG അരുൺ സാറിന്റെ ബെഞ്ചിൽ. അതിപ്പോ ബാക്കി പ്രൊസീഡിങ്സിന് ഇപ്പോൾ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് 11 മാർച്ചിലേക്കാണ്. അപ്പോൾ അത് മനസ്സിലാക്കിക്കൊണ്ട് ജസ്റ്റിസ് PV കുഞ്ഞികൃഷ്ണൻ സാറ് ഇപ്പോൾ ആ ഒരു ഡയറക്ഷൻ മാനിച്ചുകൊണ്ട് ഇപ്പോൾ ഈ ഒരു കേസ് 14th മാർച്ചിലത്തേക്ക് ഈ ജാമ്യാപേക്ഷയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് 14th മാർച്ചിലത്തേക്ക് ആണ് ഇപ്പോൾ ഈ കേസ് ഇപ്പോൾ ഫർദർ പോസ്റ്റിംഗിലേക്ക് വെച്ചിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ 11th മാർച്ചിൽ FIR ശ്രീ PA വത്സന്റെ FIR കോഷ് ചെയ്യണമെന്നുള്ള കേസ് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ പരിഗണനയിൽ ഇരിക്കുകയാണ്. അപ്പൊ അതും കൂടെ കൺസിഡർ ചെയ്തുകൊണ്ട് ബാക്കിയുള്ള പ്രൊസീഡിങ്സിലേക്ക് പോകാം എന്നുള്ള ഡയറക്ഷനാണ് ഇപ്പോൾ ജസ്റ്റിസ് PV കുഞ്ഞികൃഷ്ണൻ സർ ഈ ബെയിൽ ആപ്ലിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇപ്പോൾ ഓർഡർ ഇട്ടിരിക്കുന്നത്. അപ്പോൾ ആ ഒരു 14th മാർച്ച് വരെ നോട്ട് ടു അറസ്റ്റ്, നേരത്തെ പറഞ്ഞിരിക്കുന്ന അതേ ഡയറക്ഷൻ തന്നെ ഇപ്പോൾ കണ്ടിന്യൂ ചെയ്യുകയാണ്. നോട്ട് ടു അറസ്റ്റ് ചെയ്യാൻ വേണ്ടി പാടില്ല, അല്ലെങ്കിൽ ജാമ്യമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അതുവരെ അല്ല 14th മാർച്ച് വരെ ഫർദർ ഈ ബഹുമാനപ്പെട്ട ഈ ഹൈക്കോടതിയുടെ ജസ്റ്റിസ് PV കുഞ്ഞികൃഷ്ണൻ സാറിന്റെ ബെഞ്ചിൽ നിന്ന് ഫർദർ ഡയറക്ഷൻ ഉണ്ടാകുന്നവരെ അത് വീണ്ടും അത് എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുകയാണ്. അപ്പൊ ഈ ഒരു കേസ് അപ്ഡേറ്റ് നിങ്ങളുമായിട്ടൊന്നും ഷെയർ ചെയ്യുന്നതിന് വേണ്ടിയാണ് ഞാൻ ഇപ്പോൾ ഈ വീഡിയോ സെഷനിൽ വന്നത്. സോ എല്ലാം ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇനിയിപ്പോൾ വരുന്നത് ഇപ്പോൾ ആസ് ഓഫ് നൗ നമുക്കുള്ള ഇപ്പൊ അപ്ഡേറ്റ് വെച്ചിട്ട് ഇപ്പോൾ 11th മാർച്ചിന് ശ്രീ PA വത്സൻ കൊടുത്തിരിക്കുന്ന FIR കോഷ് ചെയ്യുന്നതും അതുപോലെ തന്നെ മനു MJ എന്ന് പറഞ്ഞ വ്യക്തി അത് HFC ക്രിപ്റ്റോ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. അതിന്റെ ഒരു FIR കോഷ് ചെയ്യണമെന്നുള്ള ഒരു കഴിഞ്ഞ വീഡിയോ സെഷൻ ഞാൻ ഓൾറെഡി അതിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ 2 കേസുകളും ഇപ്പോൾ പരിഗണനയിലുള്ളത് ഇപ്പോൾ 11th മാർച്ചിലെത്തിക്കാണ് ഇപ്പോൾ ഫർദർ പ്രൊസീഡിങ്സിന് വേണ്ടി ഇപ്പോൾ പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എല്ലാം ക്ലിയർ ആണെന്ന്